ഞങ്ങളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറ് പോലെ ഉണ്ട്. ഇപ്പം ഞാനാണ് ആദ്യമേ മരിച്ചു പോകുന്നെങ്കിലും അല്ലെങ്കിൽ മനുഷ്യരാണ് മരിച്ചു പോകുന്നെങ്കിലും സത്യം പറഞ്ഞാൽ മടിച്ച് നിന്ന് ലാസ്റ്റ് എന്താ പറയണ്ടേ, ഇന്നിപ്പോൾ ഒരു ഡിസംബർ 4-ാം തീയതിയായി. അപ്പോൾ എന്തായാലും റീച്ച് ഭാഗേണ്ടത് ഞാനിങ്ങനെ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇതെടുത്തപ്പോൾ തന്നെ എല്ലാം അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു, ഒന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. ഇത് പിന്നെ ക്രിസ്മസ് റീത്താട്ടോ. നോക്കൂ മക്കളെ നോക്കൂ, നമ്മുടെ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ കേട്ടോ. അപ്പോൾ വലിയ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മനോജ് ജെബിൻ വ്ളോഗ്. അപ്പോൾ അതെ കുറേ നാൾക്ക് ശേഷം, കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷമാണ് തോന്നുന്നു കേട്ടോ ഞാനൊരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കാര്യം ചാനലൊന്നും ആക്റ്റീവ് ആക്കേണ്ട, അല്ലെങ്കിൽ മുമ്പോട്ടൊന്നും വീഡിയോ ചെയ്യേണ്ട എന്നുള്ള ലെവലൊക്കെ ആയിരുന്നു ആയിരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒത്തിരി പേര് എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അറിയത്തില്ല, ഞാൻ ഒത്തിരി പേർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയുണ്ട്. കാരണം എനിക്ക് ഒത്തിരി അധികം മെസ്സേജ് വരുന്ന കാരണം എന്താണ് മെസ്സേജ് അയക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പകുതി പേർക്ക് മെസ്സേജ് അയക്കാതെ. പിന്നെ നമ്മുടെ മെയിലേക്ക് വരെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം. എന്തായാലും നമ്മളെ മറന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ ഓർക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ പറയാൻ വേണ്ടിയാണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പേരോട് എനിക്കൊരു ക്ഷമാപണം നടത്താറുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ അതിപ്പോൾ ലൈല ചേച്ചിയോടാണെങ്കിലും, അല്ലെങ്കിൽ മഹേശ്വരനോടാണെങ്കിലും, അല്ലെങ്കിൽ നസീറിക്കായോടാണെങ്കിലും അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. എനിക്ക് അറിയില്ല, ഇവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഒത്തിരി പ്രാവശ്യം എന്നെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെ എന്നെ വീണ്ടും എന്താ പറയണ്ടേ, നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നീ വീണ്ടും വരണം, വീണ്ടും എന്താ പറയണ്ടേ, അങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. എനിക്കത് എങ്ങനെയാണ് പറഞ്ഞ് അറിയിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരോടെല്ലാം ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും എന്തായാലും വ്ളോഗായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമുക്ക് നവംബർ ഡിസംബറിലേക്ക് കടന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കും എൻ്റെ ചേട്ടായിക്കെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രിയപ്പെട്ട ഒരു മാസമാണ്. പ്രത്യേകിച്ച് എനിക്കാട്ടോ. കാര്യം വെച്ചാൽ എൻ്റെ ഭ്രാന്ത് കൊണ്ടാണ് മനുഷ്യേട്ടായും കൂടെ അങ്ങനെ ഈ ക്രിസ്മസിനോട് അങ്ങനെ ആക്രാന്തം കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാനും മനുഷ്യേട്ടായും കൂടെ പറയുവാണെങ്കിൽ, അതായത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെപ്പോഴായാലും പറയും കേട്ടോ. ചേട്ടായി ഞാൻ മരിക്കുവാണെങ്കിലും ചേട്ടായി ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കരുത്, പുൽക്കൂട് ഉണ്ടാക്കണം, ട്രീ ഉണ്ടാക്കണം, അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രമൊക്കെ ഇടണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കാര്യം 2018 മാത്രമാണ് ഞങ്ങൾ ചെയ്യാതിരുന്നത്. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളും ഞങ്ങൾ ക്രിസ്മസ് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന കഴിഞ്ഞ ആ ഒരു വർഷത്തെ മാത്രമുള്ള കാര്യങ്ങളായിരിക്കും അറിയാവുന്നത്. അല്ല ഇപ്പം നമ്മൾ ഈ വിവാഹം കഴിച്ചതിന് ശേഷമല്ലേ നമ്മളിങ്ങനെ ഒരു വ്ളോഗ് ചാനൽ തുടങ്ങുന്നതും അതുപോലൊക്കെ മുമ്പോട്ട് വരുന്നതൊക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഞങ്ങളെ അറിയാവുന്നവർക്കും ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം ഞങ്ങളെങ്ങനെയാണ് ക്രിസ്മസും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ആഘോഷമൊന്നുമല്ല എങ്കിലും എനിക്കൊരു പുൽക്കൂട് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ട്രീ സെറ്റ് ചെയ്യണം, അതുപോലെ സ്റ്റാർ ഇടണം. ഞാൻ എൻ്റെ എറണാകുളം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വല്ലാതെന്ന് പറഞ്ഞാൽ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു തന്നെ. കാര്യം ഇത്രയും മാത്രം ഞാനിങ്ങനെ ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയൊരു വീഡിയോ തുടങ്ങിയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വീണ്ടും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കുഞ്ഞ് സ്റ്റാറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ വീഡിയോ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് കണ്ടില്ലേ, മൂത്തൊക്കെ ഇതുണ്ടോ, പിമ്പിൾസാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലമൊക്കെ പുരട്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഫുള്ള് ഇരുട്ടിയ പോലെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മഞ്ഞാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതെല്ലാം മഞ്ഞാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഞാനിവിടെ കുറേ അധികം ഞാൻ എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കുറേ ഇതൊന്നും ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോസൊന്നും ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലും മടിച്ച് നിന്ന് ലാസ്റ്റ് എന്താ പറയണ്ടേ, ഇന്നിപ്പോൾ ഒരു ഡിസംബർ 4-ാം തീയതിയായി. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്, സ്റ്റാർ ഇടണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല, പക്ഷേ എങ്കിലും ചെയ്തല്ലേ പറ്റും. അപ്പോൾ ചെയ്യണം. ഓക്കെ, ചെയ്യാം. ട്രീ എങ്ങനെ കുറച്ച് ഇതെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ മറ്റേ ഗാർബേജ് ബാഗിൻ്റെ ഞാനിങ്ങനെ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇതെടുത്തപ്പോൾ തന്നെ എല്ലാം അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു, ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 100 തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം വെച്ചിട്ടുണ്ട്. കണ്ട വെക്കേണ്ടത് ഫുള്ളായിട്ടും നമ്മുടെ എന്താ പറയണ്ടേ,
ഡെക്കോർ ചെയ്യുന്ന സാധനങ്ങൾ ട്രീ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഇനി ഇതല്ലാതെ വേറെ എവിടെയൊക്കെ ഇരിപ്പുണ്ട്, എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു പ്രോപ്പറായിട്ട്. അപ്പോൾ ഇനി എന്തായാലും അതൊക്കെ എടുത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് അതെനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടും സംഭവം ചെയ്യാനായിട്ടൊന്നും ഇതിൽ എൻ്റെ മറ്റേ സംഭവങ്ങൾ ട്രൈപോഡൊക്കെ എറണാകുളത്ത് തന്നെയാണ് അമലിയാട്ടോടൊക്കെ എടുത്തായിരിക്കുന്നത് നമ്മുടെ പകുതി സാധനങ്ങളും. പിന്നെ അതൊക്കെ ഇനി ഒരു ദിവസം പോയി എടുത്തിട്ട് വരണം. ഇത് പിന്നെ ക്രിസ്മസ് റീത്താട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ എന്തായാലും കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് അയക്കണിൽ കൊടുത്തേക്കാം കേട്ടോ. ഫൈനലി ഏകദേശം ഇന്ന് ഡിസംബർ 7-ാം തീയതി കേട്ടോ. ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത് ഡിസംബർ 3-ാം തീയതി ആയിരുന്നു. 3 4 തോന്നുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ മടിച്ചിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി ഒരു മൂഡും ഇല്ലായിരുന്നു. അപ്പോൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ വന്നു. വന്നതിന് ശേഷം മമ്മയുണ്ടായിരുന്നു, വെല്ലുമിച്ചി ഉണ്ടായിരുന്നു, പിന്നെ അനിയനുണ്ടായിരുന്നു, പിന്നെ അനിയൻ്റെ ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ അനിയൻ്റെ ഫാമിലി മീൻസ് കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അനിയൻ വീണ്ടും എന്നെ ഞങ്ങൾ എന്താ പറയുക, അവനെന്നെ വീണ്ടും ക്ഷണിച്ചു വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയൊക്കെ പറഞ്ഞു. അപ്പോൾ നാളെ എന്താ പറയണ്ടേ, കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും പോകണം, വിളിച്ച സ്ഥിതിക്ക് എന്തായാലും പോകണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫൈനലി എന്താ പറയണ്ടേ, അപ്പോൾ നോക്കൂ മക്കളെ നോക്കൂ നമ്മുടെ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ കേട്ടോ. അപ്പോൾ വലിയ ഭംഗിയും രസമൊന്നുമില്ല, എന്തായാലും മനുഷ്യരുടെ ഉള്ള പോലെ എനിക്ക് അത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്തില്ല. ദെൻ ഞാനിവിടെ ഒരു ക്രിസ്മസ് റീത്ത്, ഇന്ന് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിന് ഈ റീത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ഇടുവാണെങ്കിൽ ഓക്കെ, ഞാൻ ഐക്കണിൽ പോസ്റ്റ് ചെയ്യാം നമ്മുടെ മീൻസ് റീത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, ഞാൻ തന്നെ ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ദെൻ ഞാനിവിടെ ഒരു ഡോറിൽ മീൻസ് ഡോറിൻ്റെ നമ്മുടെ ഇതിൽ ഞാൻ ചെറിയൊരു ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ദെൻ നൈറ്റ് ആയിരിക്കും അതിൻ്റെ ഭംഗി കാണാൻ വേണ്ടി കുറച്ചും കൂടെ രസം. ദെൻ അവിടെ ഞാൻ ഒരു ക്രിസ്മസ് നമ്മുടെ ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വ്ളോഗ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമായിരിക്കും നമ്മുടെ സ്റ്റാർ. അപ്പോൾ ഇതുപോലെ ഇനിയും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇപ്പോൾ നാളെ നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ എന്താ പറയണ്ടേ പോസ്റ്റ് ചെയ്യാണ്. ദെൻ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ ഇന്നത്തെ ഈ ഒരു ഡിസംബർ 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് കൃപാസനത്തിൽ. അപ്പോൾ 2:30 തൊട്ട് നമ്മൾ മീൻസ് ഞാൻ 2 മണി തൊട്ട് നമ്മളിങ്ങനെ ഈ എന്താ സംഭവം എന്ന് അറിയോ, ചിലിന്ന് പറഞ്ഞ പക്ഷികൾ ചർച്ചകൊണ്ടിരിക്കുകയാണ് കേട്ടോ, മിണ്ടാരി. അപ്പോൾ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സംഭവങ്ങൾ ലുക്ക് കാണാൻ വേണ്ടി. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തതാണ്. ഞങ്ങളിവിടെ എൻ്റെ മമ്മിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു ഇവിടെ എല്ലാം ആഘോഷിക്കണം എടുക്കണമെന്നൊക്കെ ഉള്ളൊരു കാര്യം. പക്ഷേ അത് ഇതുവരെ എന്താ പറയണ്ടേ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അത്തപ്പൂക്ക് ഇട്ടേക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ഇട്ടിട്ടേക്കുന്നില്ല, ഞാൻ റീൽസിൽ ഇപ്പോൾ പണ്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇല്ലെങ്കിൽ ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇത് നൈറ്റ് വ്യൂ ഞാൻ നൈറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:45 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എൻ്റെയും എൻ്റെ ഇച്ചാടേയും വക. അപ്പോൾ ലവ് യു ഓൾ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദി പറയുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ടിൽ ദെൻ ഓക്കെ ബൈ, സീ യു. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ ബൈ.